ഹായ് ഗൈസ്, കുറേ നാളായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഈ നടുവേദനയ്ക്ക് ഞാൻ എന്താണ് ചെയ്തത്, എവിടെ പോയാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തത്. കമ്പത്തേക്ക് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു കമ്പത്ത് പോകുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളെന്ന് പറയുമ്പോൾ ഒരു 2.5 വർഷത്തിന് മേലായെന്ന് തോന്നുന്നു. അപ്പോൾ ആ വീഡിയോ അന്ന് ഇട്ടപ്പോൾ അധികം പേരൊന്നും കണ്ടില്ല. പക്ഷേ ഈ അടുത്തിടക്കെന്ന് പറയുമ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു 10,000 പേര് അത് കണ്ടു. ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. കുറേ പേര് കമൻറ്റിലും വന്ന് ചോദിക്കുന്നുണ്ട്, നടുവേദനയ്ക്ക് കമ്പത്ത് പോയിട്ട് എങ്ങനെയുണ്ട്, അത് മാറിയോ, നല്ലതാണോ, എഫക്റ്റീവ് ആണോ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ചോദിക്കുന്നു. അപ്പം കുറേ പേർക്ക് ഞാൻ പേഴ്സണലി വിളിച്ച് നമ്പർ കൊടുത്ത് സംസാരിച്ചിട്ടുണ്ട്. കുറേ പേർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം മെസ്സേജിലുണ്ട്, കമൻറ്റ് ബോക്സിലാണെങ്കിൽ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു കുറേ പേര് ഈ അടുത്തിടക്കെന്നല്ല, കുറേ പേർക്ക് നടുവേദന സംബന്ധിച്ച് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് കൂടുതലും ഇരുന്ന് ജോലി എടുക്കുന്നവർക്കും ഈ പറഞ്ഞ പോലെ ബൈക്ക് യാത്ര, ഒരു യങ്സ്റ്റേഴ്സാണ്. ഇപ്പോൾ എന്നെപ്പോലെ ഒരു പ്രായം ഉള്ള ആളുകളിലാണ് കൂടുതലും ബാക്ക് പെയിൻ ഇഷ്യൂ വന്നിട്ടുണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് എനിക്ക് കൂടുതലും മെസ്സേജ് അയച്ച് ചോദിച്ചവർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് ഇടാമെന്ന് ഓർത്തത്. ഇപ്പോൾ ഒത്തിരി നാളായിട്ട് ഞാൻ വ്ളോഗും കാര്യങ്ങളൊന്നും എൻ്റെ ചാനലിൽ ഇടുന്നില്ല. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ മാത്രം കാണുക, ആവശ്യമുള്ളവർക്ക് ഉപകാരപ്പെടും. അപ്പം ഞാൻ നടുവേദനയ്ക്ക് സത്യം പറഞ്ഞാൽ കുറേ നാൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഈ കമ്പത്ത് പോകുന്നത്. അതിനു മുമ്പും അതിന് ശേഷം കുറേ മരുന്ന് ഞാൻ വാങ്ങിച്ച് കഴിച്ചു നോട്ടുണ്ട്. പക്ഷേ അതൊക്കെ ടെമ്പററി സൊല്യൂഷൻസ് ആയിരുന്നു. എനിക്ക് നടുവേദന തുടങ്ങിയ സമയത്ത് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി. ഇവിടെ ലോക്കൽ കുറേ ഡോക്ടർമാരെ കണ്ടു. അപ്പോൾ അവർ ചെല്ലുമ്പം നമുക്ക് നടുവേദന ഉണ്ട്, കുറേ നേരം ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്, വേദന എടുക്കുന്നത് പറയുമ്പോൾ ഒരു ജസ്റ്റ് പെയിൻ കില്ലറോ അല്ലെങ്കിൽ എന്തെങ്കിലും മസിൽ റിലാക്സ് ആകാനുള്ള കുറച്ച് ഗുളികകൾ തന്നത് ഒഴിവാക്കും. അതിനുശേഷം അത് നമ്മൾ കഴിച്ചൊരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും നടുവേദന. പ്രധാന പ്രശ്നം അതല്ലായിരുന്നു. ഈ നടുവേദന വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇരുന്നുള്ള ജോലി കുറച്ച് നാളുണ്ടായിരുന്നു. പിന്നെ ഞാൻ പണ്ടൊന്ന് വീണിട്ടുണ്ടായിരുന്നു, നടുവും ഇടിച്ചൊന്ന് വീണിട്ടുണ്ടായിരുന്നു. ഫുട്ബോൾ കളിക്കുന്നതിനിടയ്ക്ക് കാല് തെന്നി സ്ലിപ്പായി നടുവും തല്ലി വീണിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് നടുവിന് പ്രശ്നം വരാൻ തുടങ്ങിയത്. അപ്പോൾ സംഭവം MRI എടുത്ത് നോക്കിയപ്പോൾ ഡിസ്ക് ബൾജിങ് ആയിരുന്നു അതിനകത്തുള്ള മെയിൻ റീസൺ. അപ്പോൾ ഞാൻ ഈ കുറേ മരുന്ന് ഡിസ്ക് ബൾജായിട്ട് വെളിയിലോട്ടിരിക്കുന്ന സംഭവം ഒരു ഹാർഡ്വെയർ പ്രോബ്ലമാണ്. ഡിസ്ക് വെളിയിലോട്ട് തള്ളിക്കുക, അത് കുറേ മസിൽ റിലാക്സ് ചെയ്യാനുള്ള മരുന്ന് കഴിച്ചിട്ടോ കുറേ അതിനാണ്ടത് വൈറ്റമിൻസ് കഴിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ അത് തിരിച്ച് കയറി പോകത്തില്ല തന്നെ. അത് സർജറിയാണ് അതിനൊരു ഓപ്ഷൻ. പക്ഷേ സർജറി ചെയ്യാനല്ല ഞാൻ പറയുന്നത്. സർജറി എന്ന് പറയുന്ന ഒരു അവസാന ഓപ്ഷനാണ്. കാരണം നമ്മൾ നോർമലി നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സർജറി ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക് ഉണ്ടാവും. അതിനകത്ത് നല്ല റിസ്ക് ഫാക്ടർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സർജറി ചെയ്താൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഫ്യൂച്ചറിലോ അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പം തന്നെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് ചെയ്ത് സക്സസ് ആയവരുമുണ്ട്. ഞാനീ പറയുന്നതൊന്നും സയൻറ്റിഫിക്കായിട്ട് പറയുന്ന കാര്യങ്ങളല്ല. കുറേയൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ കേട്ടറിവിൽ നിന്നും പറയുന്നതാണ്. പക്ഷേ ഞാൻ അറിഞ്ഞിടത്തോളം ഈ ഡോക്ടർമാരും പറയുന്നത് സർജറി അത്യാവശ്യം റിസ്ക് ഉള്ള പരിപാടിയാണ്. അത്യാവശ്യമെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു കേസാണ് സർജറി. അല്ലെങ്കിൽ നമുക്ക് ഫിസിയോതെറാപ്പിയോ എക്സസൈസൊക്കെ വെച്ചിട്ട് റിക്കവർ ചെയ്യാമെന്നുള്ളൊരു കാര്യമുള്ളൂ ബാക്ക് പെയിൻ എന്ന് പറയാം. അപ്പോൾ എനിക്ക് ഡിസ്ക് ബൾജിങ് വന്നിരിക്കുന്നത് L4 L5 കൂടുതലും പേർക്ക് ഇരുന്നുള്ള ജോലി ചെയ്തവർക്കും ഈ ബൈക്ക് യാത്രയിലും ഇങ്ങനത്തെ കേസുകളിലൊക്കെ, അതായത് ഈ ഒരു ഏജ് ഗ്യാപ്പിൽ വരുന്ന ആൾക്കാർക്കും വരുന്ന കൂടുതലും ഡിസ്ക് ബൾജിങ്ങിൻ്റെ ഇഷ്യൂ ഇരിക്കുന്നതാണ്. അത് വരുന്ന L4 L5 കൂടുതലും പ്രശ്നം വരാറ്. അപ്പോൾ ഈ വരുന്ന ഡിസ്ക് ബൾജിങ് കൊണ്ടുള്ള ഇത് നടുവേദനയ്ക്ക് ഈ ഒരുപാട് മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എക്സസൈസ് തന്നെയാണ്. പ്രോപ്പറായിട്ട് നടുവിന് സ്ട്രെങ്തൻ എക്സസൈസ് ചെയ്യുക, ഫിസിയോതെറാപ്പി എക്സസൈസ് കുറച്ച് ചെയ്യുക. ഈ ജിമ്മിൽ പോകാതെ ഹോം വർക്കൗട്ടായിട്ട് എക്സസൈസുകൾ മാക്സിമം നമ്പേഴ്സ് അതായത് അതിൻ്റെ പ്രോപ്പർ മെത്തേഡിൽ ഇപ്പോൾ യൂട്യൂബിൽ നോക്കി ഇഷ്ടംപോലെ എല്ലാവരും അതിൻ്റെ പ്രോപ്പർ മെത്തേഡ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എക്സസൈസ് കൊണ്ട് തന്നെ ഈ ബാക്ക് പെയിൻ കംപ്ലീറ്റ്ലി അത്യാവശ്യം മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ എന്നാൽ ഈ ഡിസ്ക് ബൾജിങ് എന്ന് പറയുമ്പോൾ ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആണ്. നമ്മുടെ കിട്ടിയതാണെങ്കിൽ പിന്നെ അത് പോകാൻ പാടാം. പക്ഷേ എൻ്റെ എക്സസൈസ് കൊണ്ട് എനിക്ക് ബൾജായ ഡിസ്ക് ഞാൻ അന്ന് MRI എടുത്തിട്ട് ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഒരു പ്രാവശ്യം കൂടി MRI എടുക്കേണ്ട സാഹചര്യം വന്നായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഡിസ്ക് ബൾജിങ് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. അതായത് പുറത്തേക്ക് വന്ന് ബൾജ് ചെയ്ത സാധനം ഒരു 1.5 വർഷം എക്സസൈസ് കൊണ്ട് ഒരിത്തിരി അകത്തോട്ട് കയറിയതായിട്ടാണ് പുതിയ MRIയിൽ കണ്ടത്. അപ്പോൾ അത് അതിൻ്റെ എഫേർട്ട് കൊണ്ട് തന്നെയാണ്, അതായത് എക്സസൈസ് ചെയ്തിട്ടുള്ള എഫേർട്ട് കൊണ്ടാണ്. അപ്പം ഇതൊരിക്കലും കമ്പത്തെ പിന്നെ പോയിട്ട് കമ്പത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഒറ്റമൂലി പരിപാടിയാണ്.
അത് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് കാര്യം മനസ്സിലാകും. ഫുൾ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് ഫുൾ വീഡിയോ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കമ്പത്തെ കേസ് കെട്ടെന്ന് പറയുമ്പോൾ അതൊരു സയൻറ്റിഫിക് വശമില്ല, ഒരു ആയുർവേദ അല്ലെങ്കിൽ ഒരു ഒറ്റമൂലി പരിപാടിയാണ്. 100% വിശ്വസിക്കാമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ പോയപ്പോൾ ആ ഒരു സമയത്ത് എനിക്കൊരു പെട്ടെന്നൊരു റിലീഫ് കിട്ടി. അപ്പോൾ അത് എങ്ങനെയാണ് വന്നതെന്ന് ചിലപ്പോൾ അവിടുത്തെ ഹാംസ്ട്രിങ് ഒക്കെ സ്ട്രെച്ചായി ആ ഞരമ്പിലോട്ടുള്ള പ്രഷർ കുറച്ച് വലിഞ്ഞപ്പോഴായിരിക്കും എനിക്ക് ആ റിലീഫ് കിട്ടിയത്. പക്ഷേ അതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ആണോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അതുകൊണ്ട് കമ്പത്ത് പോവാതിരിക്കുക നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ എക്സസൈസ് ചെയ്ത് നടുവേദന മാറ്റാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ 100% സേഫും 100% നമുക്ക് ലൈഫ് ലോങ് ചെയ്യാൻ പറ്റിയൊരു കേസ് കെട്ടുമാണ് ഈ എക്സസൈസ് കൊണ്ടുള്ള ഡിസ്ക് ബൾജിങ്, നടുവേദനയ്ക്കുള്ള പരിഹാരം. അപ്പം സർജറി എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് എക്സ്ട്രീം കണ്ടീഷനാണ്, നിങ്ങൾ കിടന്നു പോകുന്നൊരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് സർജറി പൈസ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ പോയാലും അതിൻ്റേതായ എമൗണ്ട് ഉണ്ടാവും, അത് വെച്ചിട്ട് നിങ്ങൾക്ക് സർജറി ചെയ്യാം. പക്ഷേ സർജറി ചെയ്തതിന് ശേഷം നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നത് ഏറ്റവും സൂപ്പർ പരിപാടിയായിരിക്കും. അതായത് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സർജറി ചെയ്യാം. സർജറി ചെയ്ത് റിക്കവറി ചെയ്തതിന് ശേഷം 100% റിക്കവറി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എക്സസൈസ് ചെയ്ത് നടുവിന് വീണ്ടും സ്ട്രെങ്ത് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ പിന്നീട് ഇത് വരത്തില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം എക്സസൈസ് തന്നെയാണ്. പിന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റും അത്യാവശ്യം എടുക്കാം. കുറച്ച് മസിലൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുഴമ്പും കാര്യങ്ങൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുവാണെങ്കിൽ ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ 100% സേഫായിട്ട് നമുക്ക് ഇതിനകത്ത് റിക്കവർ ചെയ്യാം. അപ്പം ഞാനൊരു 1.5 വർഷത്തോളം ജിമ്മിൽ പോകാമെന്ന് പറയുമ്പം മറ്റേ ബോഡി ബിൽഡേഴ്സിൻ്റെ ഒരു ലക്ഷ്യമല്ലായിരുന്നു ഞാൻ ജിമ്മിൽ പോയപ്പോൾ. എൻ്റെ ബാക്ക് പെയിൻ ആദ്യം മാറ്റണം എന്നുള്ള രീതിയിലാണ് ഞാൻ തുടങ്ങിയത്. അപ്പം അത്യാവശ്യം ഞാൻ ചെയ്ത് ഒരു 1.5 വർഷത്തോളം കണ്ടിന്യൂസ് ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും മാറ്റം വന്നത്. നടുവിന് നല്ല സ്ട്രെങ്ത് വന്നു. പിന്നെ ഇപ്പം കുറച്ച് അധികം നാളായിട്ട് ഞാൻ ജിമ്മിൽ പോകുന്നത് നിർത്തി, ഒരു സാഹചര്യം മോശമായപ്പോൾ. ഇപ്പം എനിക്ക് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ എക്സസൈസ് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അത്യാവശ്യം ഒരു വീക്കിലി ഒരു 3-4 ദിവസം എങ്കിലും മിനിമം ബാക്കിന് എക്സസൈസ് ചെയ്ത് കംപ്രഷൻ കുറയ്ക്കുക. അതായത് ഈ ഡിസ്ക് ബൾജിങ് വരുമ്പോൾ ഈ ബാക്കിലോട്ടുള്ള സ്പൈനൽ കോഡെ തട്ടി കംപ്രഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് കുറച്ച് അവിടെ ഒരു നീർക്കെട്ടോ അല്ലെങ്കിൽ അവിടുന്നൊരു ബ്ലഡ് സർക്കുലേഷൻ ഫ്ലോ ഒന്നും കിട്ടാതെ വരുമ്പോഴാണ് ഈ ഞരമ്പ് ഇത് വരുന്നത്, അതായത് കാലിലോട്ടുള്ള വേദനയൊക്കെ വരുന്നത്. സയാറ്റിക് എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ കറക്റ്റ് സയൻസിൻ്റെ രീതിയിൽ വീഡിയോ ചെയ്യുന്നവരുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ എന്നോട് മിക്കവരും ചോദിക്കുന്നത് കമ്പത്ത് പോകുന്നത് എന്തുകൊണ്ടാണ്, സൂപ്പറാണോ നല്ലതാണോ എന്നൊക്കെ ചോദിക്കുന്നത്. അതിന് മാത്രമാണ് റിപ്ലൈ തരുന്നത്. അപ്പം നിങ്ങളുടെ പ്രോപ്പർ കാര്യം എന്താണെന്ന് MRIയോ കാര്യങ്ങളോ എടുത്ത് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ എക്സസൈസ് ചെയ്യുവാണെങ്കിൽ 100% സേഫും 100% ഫ്രീയുമാണ്. നമ്മൾ തന്നെ കഷ്ടപ്പെട്ടാൽ മതി എക്സസൈസ് ചെയ്ത്. അതിന് കുറേ മരുന്ന് എടുത്തിട്ടോ ഈ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത പെയിൻ കില്ലറൊന്നും കഴിച്ചുകൊണ്ട് കാര്യമില്ല. പിന്നെ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇരിപ്പ് അവോയ്ഡ് ചെയ്യുക. അത് ബൈക്കാണേലും ജോലിയായാലും അത്യാവശ്യം ഗ്യാപ്പ് കൊടുക്കുക, റെസ്റ്റ് കൊടുത്ത് ചെയ്യുക. പിന്നെ കുഞ്ഞിലെയൊക്കെ വീണിട്ടുള്ളവർക്കായാലും എന്തായാലും ഒരു ഡിസ്കിന് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം എനിക്ക് അങ്ങനെ വന്നതാണ്. മേ ബി അങ്ങനെ ഒത്തിരി പേർക്ക് വന്നിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിന് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നടുവിൽ ഒരു പ്രാവശ്യം വീണിട്ട് ഇപ്പോൾ അവന് നടുവേദനയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു അകൽച്ച വന്ന് പിന്നെ അത് ഫ്യൂച്ചർ ആകുമ്പോൾ ഇപ്പോൾ ഇത്രയും നാൾ വർഷങ്ങളോളം അതും കൊണ്ട് കടന്ന് ലാസ്റ്റ് അതൊരു ഇച്ചിരി വലിയ കേസായി, ഡിസ്ക് ബൾജായി. അങ്ങനെയാണ് പ്രശ്നം വരാൻ ചാൻസ്. അപ്പം കമ്പത്ത് പോകുന്ന കാര്യം ഞാൻ ഒരിക്കലും 100% സജസ്റ്റ് ചെയ്തില്ല. അതൊരു ലോട്ടറി ആയിരുന്നു. അതായത് ജസ്റ്റ് പോവുക, ചിലപ്പോൾ ലോട്ടറി അടിക്കത്തില്ല. ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ സഹിച്ചോണം, ഒരു ശാസ്ത്രീയ വശമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് റെക്കമെൻഡ് ചെയ്തിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായം 100% നിങ്ങൾ എക്സസൈസ് ചെയ്യുക. ഈ ക്യാറ്റ് ആൻഡ് കൗ ബാക്കിലോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന അങ്ങനെ ഒത്തിരി എക്സസൈസ് ഉണ്ട്. അതിൻ്റെ പേര് കറക്റ്റായിട്ട് ഞാൻ പറയുന്നില്ല. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ചെറിയ വീഡിയോസ് വല്ലതും ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പേരാണെങ്കിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ അങ്ങനത്തെ കുറേ എക്സസൈസുകളുണ്ട്. ഒരു 4-5 വർക്കൗട്ട് ഒരു 1.5 ആണെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്രോപ്പറായിട്ട് റിക്കവർ ചെയ്തെടുക്കാം. പിന്നെ ഇത് അത്യാവശ്യം ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ എക്സസൈസ് ചെയ്ത് മാറ്റാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കമ്പത്ത് പോലത്തെ സ്ഥലങ്ങളിൽ ഒരു വട്ടം പോയി പരീക്ഷിക്കാം സ്വന്തം റിസ്കിൽ. പിന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാം, കുറച്ച് ബെറ്ററാണ്. ലാസ്റ്റ് ഓപ്ഷനായിട്ട് സർജറി നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. അത്രയ്ക്ക് നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല, നിങ്ങൾ കിടന്നു പോകുന്നൊരു സാഹചര്യമാണെങ്കിൽ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഇംഗ്ലീഷ് ഞാൻ എടുത്തില്ല. അതായത് ഈ സർജറി പോലത്തെ പ്രൊസീജിയറിലോട്ട് ഞാൻ പോയില്ല. കോസ്റ്റ്യൂം എൻ്റെ കയ്യിലില്ല, അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് റിസ്ക്കും ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല.
ആയുർവേദ ട്രീറ്റ്മെൻറ്റാണ് കൂടുതൽ ഞാൻ എടുത്തേക്കുന്നത്. കുഴമ്പും തിരുമ്മും അതിനുശേഷം എക്സസൈസും. ഏറ്റവും കൂടുതൽ എടുത്തേക്കുന്നത് ആയുർവേദവും എക്സസൈസുമാണ്. അതിൽ നിന്ന് എനിക്ക് റിസൾട്ട് കിട്ടിയ രണ്ടും അതുതന്നെയാണ്. പിന്നെ പോയിട്ട് കമ്പത്ത് പോയത് ഒരു ചെറിയൊരു ആശ്വാസം എന്ന് പറയുന്നുണ്ട്. അത് പക്ഷേ എനിക്കത് ഇത്രത്തോളം സജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനതിനെ ഹൈലൈറ്റ് ചെയ്ത് പറയാത്തത്. സേഫായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ച് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുക്കാം. ഈ കുഴമ്പും തിരുമും കാര്യങ്ങളൊക്കെ അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് എക്സസൈസും ചെയ്യാം. അപ്പം എക്സസൈസ് ധൈര്യമായിട്ട് ചെയ്യാം, ഒരു പ്രശ്നമില്ല. പക്ഷെ അത് അറിഞ്ഞ് വേണം ചെയ്യാനായിട്ട്. പ്രോപ്പറായിട്ട് നിങ്ങൾ യൂട്യൂബ് നോക്കുമോ അല്ലെങ്കിൽ ഡോക്ടറോട് സജസ്റ്റ് ചെയ്യുമോ, നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണുമോ. എന്താ വെച്ചാൽ അങ്ങനെ സേഫായിട്ട് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ബാക്ക് പെയിനിൽ നിന്ന് അത്യാവശ്യം എന്നാ വേണ്ടത് രക്ഷപ്പെടാൻ പറ്റും എക്സസൈസ് ഉണ്ടെങ്കിൽ. ഒരു പരിധിവരെ നടുവേദന തോന്നുന്നവർക്ക് വേണമെങ്കിൽ ചെയ്തു തുടങ്ങാം. കാരണം ഫ്യൂച്ചറിൽ ഒരു പണി മേടിക്കണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും അറിഞ്ഞ് എക്സസൈസ് ചെയ്യാൻ തുടങ്ങിക്കോളുക. നടുവേദനയിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പോൾ ശരിയാണ്.